നമസ്കാരം ഡിയാർസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നിത്യ. ഗൈസ്, ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഞാൻ സജഷനോ ട്രെയിലർ ഒന്നും തന്നെയല്ല, ഈ ഡ്രാമാസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഡ്രാമാസ് എന്നെ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എനിക്ക് തോന്നിട്ടോ. കാരണം ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ കെ ഡ്രാമാസ് കാണാന്നല്ലാണ്ട് വേറെ ഒരു പണിയില്ലേ, ഈ കെ ഡ്രാമാസ് ഒക്കെ നിനക്ക് കണ്ടിട്ട് നിനക്ക് എന്താ അതിൽ നിന്ന് കിട്ടാനാണ് എന്നൊക്കെ എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ആ ഒരു ഡ്രാമ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീൽ എന്താണ്, അല്ലെങ്കിൽ അത് എന്നെ എന്തോരം കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സ്ട്രഗിളിങ് സ്റ്റേജ്, അല്ലെങ്കിൽ ആ ഒരു എനിക്കിപ്പോൾ ആ ഒരു റിയാലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ആവാനുള്ള ഒരു ലോകമാണ് ഈ ഒരു കൊറിയൻ വേൾഡ് അല്ലെങ്കിൽ ഈ കൊറിയൻ ഡ്രാമാസ് എന്നൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ തന്നെ അവർക്കത് മനസ്സിലാവണമെന്നില്ല അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ സ്വയം അറിഞ്ഞാലാണ് ആ ഒരു ഫീല് കിട്ടുള്ളൂ. മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും അല്ലെ. ചില കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ അവർക്ക് മനസ്സിലാവില്ല. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരോട് ഇങ്ങനെ പറയാനും എനിക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഞാൻ എന്താണ് വിചാരിക്കുന്നത് അത് അതേപോലെ മനസ്സിലാവുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ അല്ലാണ്ട് ചുമ്മാ നമ്മളിങ്ങനെ നമ്മുടെ എനർജി എന്തിനാ വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോ അങ്ങനെ എനിക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം, അതേപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു കാരണം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കെ ഡ്രാമാസ് കാണുന്നത് കൊണ്ട് എനിക്ക് പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാണ്, എനിക്കിങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തന്നെ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ചെറിയ ഒരു ഇൻട്രോവേർട്ടാണ് ഞാൻ, എന്നാൽ കംഫർട്ടബിൾ സ്പേസിൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടും ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കെ ഡ്രാമാസ് കാണുന്ന കുട്ടികളോടാണ്. പക്ഷെ എന്റെ സറൗണ്ടിങ്സിൽ എന്റെ ഫ്രണ്ട്സ് ആരും തന്നെ അത്ര വലിയ കൊറിയൻ ഡ്രാമാസ് അഡിക്റ്റ് ഒന്നും അല്ല. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു ടോപ്പിക്സ് സംസാരിച്ചാൽ തന്നെ നിനക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും സംസാരിക്കാനില്ലേന്ന് സംസാരിക്കുന്ന ആൾക്കാർ എന്നോടുള്ളൂ കേട്ടോ. പക്ഷെ അതുകൊണ്ട് അവരോട് എനിക്ക് ഇതുമായിട്ട് സംസാരിക്കാനൊന്നും പറ്റാറില്ല. കെ ഡ്രാമാസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും സംസാരിക്കാറില്ല. പക്ഷെ അങ്ങനത്തെ ആരെങ്കിലും കുട്ടികളെ കിട്ടുകയാണെങ്കിൽ ഞാൻ അവരെ വിടൂല്ല. അവരെ ഇരുത്തി ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ട ഡ്രാമ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ ഏതാ, ആക്ട്രസ് ഏതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ട ഡ്രാമ ഏതാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവരെന്നോട് പറയുകയും ചെയ്യും. അപ്പൊ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടേക്കും പറഞ്ഞു കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ്, അഥവാ ഇനി ഫ്രണ്ട്സ് ആർക്കെങ്കിലും, എനിക്ക് ഒന്നോ രണ്ടോ വിരലിൽ എണ്ണാവുന്ന ഫ്രണ്ട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തരുണ്ട് കെ ഡ്രാമാസ് കാണുന്നവര്. അപ്പൊ അവരൊക്കെ എനിക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റീൽസ് കണ്ടിട്ട് അവരെനിക്ക് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഷെയർ ചെയ്തിട്ട് ചോദിക്കും, ഈ കെ ഡ്രാമ ഏതാണ്, അല്ലെങ്കിൽ ഈ ഡ്രാമ നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ചിലത് സി ഡ്രാമകളായിരിക്കും. ഞാൻ പറയാണ്, സി ഡ്രാമാസ് ഞാൻ അങ്ങനെ കാണാറില്ല. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ, അതേപോലെ തന്നെ പുട്ട് ഓൺ യുവർ ഷോൾഡർ, അങ്ങനെ എന്തോ മറ്റൊരു ഡ്രാമ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഡ്രാമ പിന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് പേര് ഓർമ്മയില്ല. ഞാൻ ആ ഒരു ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ കുറച്ച് ഡ്രാമാസ് ഞാൻ കണ്ടിട്ടുണ്ട് ഫേമസ് ആയിട്ടുള്ളത്. പക്ഷെ എനിക്ക് അതൊന്നും കിട്ടാത്തൊരു ഫീലിങ്സ് എന്താണെന്നറിയില്ല, എനിക്ക് കൊറിയൻ ഡ്രാമാസിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഇവര് റീൽസ് ഒക്കെ അയച്ചു തരുമ്പോ എനിക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാനുള്ള ഒരു അതായത് ഞാൻ മാറി. കാരണം ഇത് കെ ഡ്രാമ, ഇത് കൊറിയൻ ഡ്രാമാസ് ആണ്, ഇത് സി ഡ്രാമാസ് ആണ് എന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ചിങ് ആവാനായിട്ട് തുടങ്ങിയിട്ടോ. അപ്പൊ അവരിങ്ങനെ അയച്ചു തരുമ്പോൾ ഞാൻ പറയും, ഇത് സി ഡ്രാമയാണ് കേട്ടോ, ഇത് ഞാൻ കാണാറില്ല എന്ന് പറയും. ചില കെ ഡ്രാമാസ് അയച്ചെന്നാ പറയും, ഇന്നതിന്റെ പേര് ഇന്നതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ ഇത് എവിടെയൊക്കെ അവൈലബിൾ ആണ് എന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്യും. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും അതിന്റെ ഞാൻ കണ്ടുപിടിച്ചിട്ട് അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പം എങ്ങനെയും അവരെനിക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഒരു ആൻസേഴ്സ് അവർക്ക് കിട്ടും, ഉറപ്പായിട്ടും ഒരു ആൻസർ അവർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്, അത്രയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് ഈ ഒരു കെ ഡ്രാമാസ് എന്ന് പറയുന്നത്. കെ ഡ്രാമാസ് എന്ന ടോപ്പിക് വരുമ്പോൾ എനിക്ക് സംസാരിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ,
പിന്നെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാനുണ്ടല്ലോ ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് കെ ഡ്രാമാസിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആയിരുന്നു ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് ഡ്രാമാസ്, അത് K2, അതേപോലെ തന്നെ ഷോപ്പിംഗ് കിങ് ലൂയിസ് എന്ന് പറയുന്ന ഡ്രാമ, പിന്നെ ഷീവാസ് പ്രിറ്റി, അങ്ങനെ 3-4 ഡ്രാമാസിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കയറിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നു, ഒരുപാട് വ്യൂവേഴ്സും കാര്യങ്ങളും വന്നു, അന്നൊക്കെ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ പിന്നീട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നു, സ്ട്രൈക്കും കാര്യങ്ങളും വന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ട് എനിക്ക് ഈ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ വാച്ചിങ് ഹവേഴ്സ് ഒക്കെ എനിക്ക് കുറഞ്ഞു. അപ്പൊ എനിക്ക് ഞാൻ ഡൗൺ ആയിപ്പോയി, ഭയങ്കര സാഡ് ആയിപ്പോയി. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് വീഡിയോസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതായത് ഈ ഒരു ചാനൽ ഡിലീറ്റ് ആവുന്ന ആ ഒരു ഘട്ടം വരെ എത്തി. എന്നിട്ട് അതിൽ നിന്നും എന്റെ ചാനൽ ഞാൻ വീണ്ടെടുത്തതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി വീഡിയോസ് ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു ധാരണയ്ക്ക് ഞാൻ എത്തി. കാരണം യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആയി പോയ ഭയങ്കര സങ്കടമാവൂലേ. കാരണം ഒരു 5000 വരെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് കുറഞ്ഞു ഞാൻ വീഡിയോസ് ഇടാണ്ടായപ്പോ അതൊന്ന് കുറഞ്ഞിട്ട് ഇപ്പൊ 4000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു, പിന്നെ രണ്ട് കൊല്ലം അതിൽ ഗ്യാപ്പ് വന്നു കേട്ടോ. ആ 2 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വീഡിയോസ് ഒരു മാസമായിട്ട് ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇപ്പൊ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, ഞാൻ എന്ത് കണ്ടന്റ് ചെയ്യും എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണ്, ഓക്കെ എക്സ്പ്ലനേഷൻ വേണ്ട, അത് വിട്. നമുക്ക് K-ഡ്രാമാസ് ഞാൻ ഒരുപാട് കാണുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ നല്ലത് ഏതാണ് എന്നുള്ള ഡ്രാമാസ് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പൊ പിന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റുകൾ ഇപ്പൊ കിട്ടി. ഓക്കെ, ഞാൻ പല ടൈപ്പ്, നിങ്ങൾ ഈ K-ഡ്രാമാസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല ജോണറുകളായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ത്രില്ലർ ആയിക്കോട്ടെ, റിവെഞ്ച് ഡ്രാമകളായിക്കോട്ടെ, സ്കൂൾ ഡ്രാമകളായിക്കോട്ടെ, സിമ്പിൾ റോംകോം ഡ്രാമകളായിക്കോട്ടെ, ഫാന്റസി ഡ്രാമകൾ, പിന്നെ ഗോസ്റ്റ് ഡ്രാമകൾ, മൈസ്റ്റീരിയസ്, സൂപ്പർ നാച്ചുറൽ, അങ്ങനെ പല ജോണറിൽ പെടുന്ന സ്റ്റോറീസ് ഉള്ള ഡ്രാമാസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ചുമ്മാ ഒരു ഡ്രാമ അല്ലല്ലോ നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ചില മൂഡുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ചില ഡ്രാമകൾ കാണാനായിട്ടല്ലേ. ഇപ്പൊ നമ്മൾ നല്ല ഹാപ്പി മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് ഫണ്ണായിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമകളായിരിക്കും നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ അതേ സമയത്ത് നമ്മളുണ്ടല്ലോ ഒരു സാഡ് ആയിട്ടുള്ള ഡ്രാമ കണ്ട് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല. കാരണം അതിന്റെ ആ ഒരു ഇമോഷൻസ് പെട്ടെന്ന് ക്യാച്ചിങ് ആവണമെന്നില്ല നമുക്ക്. കാരണം അപ്പൊ തന്നെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ ബോർ അടിച്ചിട്ട് നമ്മൾ അവിടെ നിർത്തും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഓരോ മൈൻഡിലും നമ്മളത് കാണുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഡ്രാമ നമുക്ക് ക്യാച്ചിങ് ആവുന്നതും ആ ഒരു ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് അട്രാക്ട് ആവുന്നതൊക്കെ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡ്രാമാസ് ഫീലിങ്സ് കൺവേ ചെയ്യുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫീലിങ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഈ K-ഡ്രാമാസ് വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എല്ലാ ഡ്രാമാസും നമുക്ക് ഇഷ്ടാവുന്നുണ്ട്, പക്ഷെ അത് ഓരോ ടൈമിൽ കാണുമ്പോഴായിരിക്കും നമുക്ക് ഇഷ്ടാവുന്നത്. അപ്പോ ചിലപ്പോൾ ഞാൻ ഈ സൂപ്പർ നാച്ചുറൽ ഡ്രാമാസ്, ഫാന്റസി ഡ്രാമകൾ ഞാൻ കാണുമ്പോണ്ടല്ലോ, ചില സമയത്ത് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം റിയാലിറ്റിയിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ പിന്നെ ചില സമയത്ത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ചില സമയത്ത് നമ്മൾ ഒന്നിരുന്ന് കണ്ടു നോക്കി നമുക്കത് ഇഷ്ടാവും. കാരണം അങ്ങനെയാണ്, നമുക്ക് മൈൻഡ് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആ ഒരു മൈൻഡിൽ നമുക്ക് കാണുമ്പോഴായിരിക്കും ഈ ഡ്രാമാസ് ഒക്കെ നമുക്ക് ഇഷ്ടാവുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോവാണ്. അപ്പോൾ മെയിൻ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഡ്രാമാസ് ഒക്കെ ഞാൻ കണ്ടേല് ഈ ഡ്രാമാസ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാല്, നമ്മളുണ്ടല്ലോ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരിക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് വരുമ്പോഴൊന്നും അതൊന്നും വലിയൊരു കാര്യമാക്കി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആ മിസ്റ്റേക്കുകൾ നമുക്ക് വിജയത്തിനുള്ളൊരു ഫസ്റ്റ് ലേണിംഗ് ആണ്. ആ ഒരു വിജയത്തിൽ എത്താനുള്ള ഫസ്റ്റ് ഘട്ടമാണ് നമ്മുടെ ആ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് വന്നാലും ഒരു കുഴപ്പമില്ല, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ K-ഡ്രാമാസ് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് ആയിരിക്കും അവർ പോർട്രേ ചെയ്യുന്നത് കേട്ടോ. കാരണം എല്ലാം സക്സസ്ഫുൾ ആവണമെന്നില്ലല്ലോ. പക്ഷെ ആ സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ മിസ്റ്റേക്കുകൾ. ആ മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് പഠിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ മിസ്റ്റേക്ക് ഇല്ലാണ്ട് അവിടെ ഒരു സക്സസ്ഫുള്ളും ഇല്ല, മനസ്സിലായ? അപ്പൊ അത് ആ ഒരു കാര്യം ഞാൻ ഫസ്റ്റ് ആയിട്ട് ലേൺ ചെയ്തൊരു കാര്യമാണ്. തോറ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ. തോറ്റാലും അത് ഓക്കെ ആണ്, പക്ഷെ ട്രൈ ചെയ്യാണ്ടാവുന്നതാണ് ഓക്കെ അല്ലാത്തത്. കാരണം നമ്മൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാണ്ട്
ഒരു സക്സസ്ഫുള്ളും ആവില്ല. അപ്പോൾ ഫെയിൽ ആയാൽ കുഴപ്പമില്ല, ഫെയിൽ ആയാലും ഓക്കെ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാണ്ട് ചുമ്മാ ഇരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു സക്സസ്ഫുൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. കാരണം ട്രൈ ചെയ്യാണ്ട് ചുമ്മാ ഇരുന്നിട്ട് എനിക്കൊന്നും ആവുന്നില്ല, ഞാൻ എവിടെ എത്തുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തൊക്കെയാണ് പറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതുമായിട്ട് ഇറങ്ങുക, നമ്മൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ സംഭവിക്കാത്ത കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ഇവരെന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ K-dramas പറയുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതിപ്പോ റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട്സ് ആയാലും നമുക്ക് വാല്യൂ തരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ല എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് പിന്നോട്ട് വരിക. എന്നിട്ട് നമ്മൾ നമ്മുടെ വാല്യൂ മനസ്സിലാക്കുക. അതായത് ചില സമയത്ത് അതിപ്പോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ലെറ്റ് ഇറ്റ് ഗോ, നമ്മൾ അത് തനിയെ വിടുക. ഇപ്പൊ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്നിച്ചിട്ട് കാര്യമില്ലെങ്കിൽ നമ്മൾ അത് തനിയെ വിടുന്നതായിരിക്കും നല്ലത്. ചില ആ ഒരു ലെറ്റ് ഇറ്റ് ഗോ, ചിലത് നമ്മൾ വിട്ടാൽ മാത്രമായിരിക്കും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനത്തോട്ട് നമ്മൾ എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുന്നത് നല്ലതാണ് എന്ന് K-dramas ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ K-dramas എന്നെ പഠിപ്പിക്കുന്ന, മെയിൻ ആയിട്ട് എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് പ്രീഷ്യസ് ആണ്. അതായത് ഉണ്ടല്ലോ നമ്മൾ എല്ലാ മൊമെന്റും, ഇപ്പൊ നമ്മളത്തെ ഈ ഒരു കിട്ടിയിട്ടുള്ള ഒരു പ്രസന്റ് മൊമെന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. പാസ്റ്റ് നമ്മൾ കഴിഞ്ഞു, അത് ചിന്തിച്ചിട്ട് ഇനി കാര്യമില്ല. ഫ്യൂച്ചർ ആണ് ഇനി വരാനുള്ളത്. പക്ഷെ ആ വരാനുണ്ടെങ്കിൽ പ്രസന്റിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർത്താലല്ലേ അതിനുള്ള നല്ല കാര്യങ്ങളായിരിക്കുമല്ലോ ഫ്യൂച്ചറിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രസന്റ് മൊമെന്റ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവര് മെയിൻ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിക്കോട്ടെ, അതിൽ നമ്മൾ എന്ത് ചെയ്യുക? സന്തോഷം കണ്ടെത്തുക, അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ എന്നാൽ മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വലിയ കാര്യങ്ങളും നമുക്ക് പിന്നീട് ഭാവിയിൽ വരുള്ളൂ കേട്ടോ. ഓക്കെ, അതിന്റെയൊക്കെ ഫലം എന്താണ്? നമ്മളിപ്പോ ഈ പ്രസന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലമാണ് ഫ്യൂച്ചറിൽ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസന്റ് നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. ഒരു റിഗ്രറ്റ്സ് നിങ്ങൾ ഈ പ്രസന്റിൽ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, പറയുന്നുണ്ട്. പിന്നെ ഇവര് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ എടുക്കുന്ന ആക്ഷൻസ്, ഇപ്പൊ നമ്മൾ ഉണ്ടല്ലോ ചില ഡ്രാമകൾ കാണാറില്ലേ, ഈ ബുള്ളിങ് ചെയ്യുന്നതൊക്കെ, കുട്ടികളെ റാഗിങ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു ആക്ഷൻസ് നമ്മൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം എന്തായിരിക്കും, കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ചീത്ത കാര്യം ഇവിടെ, ഒരു നെഗറ്റീവ് കാര്യങ്ങളും ഇല്ല. ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്ന് ഇവർ നമ്മൾ പഠിപ്പിച്ചിരുന്നുണ്ട്. കാരണം അതെങ്ങനെ പോയാലും തിരിച്ച് നമുക്ക് ഒരടിയായിട്ട് ചെന്നെത്തും എന്തായാലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് ഒക്കെ പോസിറ്റീവ് ആയിരിക്കണം. ആൾക്കാർക്കിടയിൽ ഒരു സങ്കടം ഉണ്ടാക്കരുത്. കാരണം മറ്റുള്ളവരെ നമ്മളായിട്ട് എന്ത് ചെയ്യരുത്? വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും തന്നെ നമ്മൾ വേദനിപ്പിക്കരുത്. ഓക്കെ, അപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയായിരിക്കും വിനയായിട്ട് ചെന്നെത്തുന്നത് കേട്ടോ. ഇതിൽ പല ചേഞ്ചസ് എക്സ്പ്ലോർ ചെയ്യുക, അതേപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഇതിൽ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ടല്ലോ ഈ ഡ്രാമയില്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ നമ്മൾ മൈൻഡിൽ ചിന്തിച്ച് തന്നെ ഇരിക്കുക. ഒരു ഡ്രീം നമുക്കുണ്ടെങ്കിൽ ആ ഒരു ഡ്രീമിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഒരു ഡ്രീം എന്തായാലും അവസാനം നമ്മൾ ചെന്ന് തന്നെ ചെയ്യും കേട്ടോ. അപ്പൊ അത് ഈ K-dramasലൊക്കെ അവർ പറയുന്ന കാര്യമായിരിക്കും. ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാത്തിലും ഹാപ്പി എൻഡിങ് ആയിരിക്കും അല്ലെ? അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ്? അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് നോട്ട് അവർ തരികയാണ് നമുക്ക്. കാരണം എല്ലായ്പ്പോഴും, അതായത് പോസിറ്റീവ് ചിന്തിച്ചാൽ മാത്രമാണ് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അത് പോസിറ്റീവ് നമ്മൾ സ്പ്രെഡ് ചെയ്യുക എന്നാൽ മാത്രം നമുക്ക് പോസിറ്റീവ് തിരിച്ചെത്തും. അതൊക്കെ ഈ ഡ്രാമാസിൽ കാണിക്കുന്നുണ്ട്. അല്ലെ, ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ നടിമാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര പോസിറ്റീവ് ആയിട്ടായിരിക്കും അവർ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ അല്ലെ. എല്ലാവരോടും അവർ ഒരേപോലെ ആയിരിക്കും. ചില ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചില ഫീമെയിൽ ലീഡ്സ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻ ലീഡ് ക്യാരക്ടേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫുള്ള് പോസിറ്റീവ് ആയിട്ടായിരിക്കില്ല അവരെല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ്? പോസിറ്റീവ് നമ്മൾ കൊടുത്താൽ തിരിച്ച് നമുക്ക് പോസിറ്റീവ് തരും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് കാര്യങ്ങളും ഇല്ല. പോസിറ്റീവ് ആണ് മെയിൻ. ആ പോസിറ്റീവ് ആണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സക്സസ്ഫുൾ ഉണ്ടാവാനുള്ള ഒരു കീ പോയിന്റ് എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് തന്നെയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഈ ഡ്രാമകളിലൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. മെയിൻ ആയിട്ടുണ്ടല്ലോ നമുക്ക് ആൾക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിന് പോലും ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഉണ്ടല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിച്ച് തന്നെ തീർക്കണം. നമുക്കിപ്പോ ഒരാളോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ അവര് ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തിയിൽ നമുക്കതൊരു ഇഷ്ടമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തുറന്ന് പറയുന്നേ വേണം കേട്ടോ. ഇന്ന കാര്യം എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, നീ ചെയ്തത് ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടമായില്ല, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ നമ്മൾ തിരിച്ച് അവരോട് പറയുന്നേ വേണം. കാരണം പറഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് ഒരാളുടെ ഉള്ളിൽ അറിയത്തുള്ളൂ. പറയാൻ
പറയാണ്ട് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ലീഡ്സ് ക്യാരക്ടേഴ്സ് ഒക്കെ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ആവുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും അവരല്ലേ. കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായാലും ഫാമിലി എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്ത് വരേണ്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, നമ്മൾ ഫുൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും അപ്പൊ നമുക്ക് പറയണം. എന്നാൽ മാത്രമാണ് ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നുണ്ട് ലവ് യുവർ സെൽഫ്. അത് കെ ഡ്രാമാസിൽ മാത്രമല്ല BTS തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ക്വാട്ടാണ് എന്തെന്ന് പറയുന്നത്, ലവ് യുവർ സെൽഫ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക. മനസ്സിലായോ? നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, ശരിക്കുമാണ്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ നമ്മളെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളെ കെയർ ചെയ്യണം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഓരോ ലിറ്റിൽ വൺ തിങ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് തരുന്ന ഫുഡ് ആയിക്കോട്ടെ, നമ്മൾ മീറ്റ് ആക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന പ്ലേസസ് ആയിക്കോട്ടെ, എല്ലാം പോസിറ്റീവോട് കൂടിയിട്ട് എടുക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചുറ്റും നടന്നാൽ മാത്രമാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. മനസ്സിലായോ? നമുക്ക് ഹാപ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തണം. നമുക്ക് അല്ലാണ്ട് ഹാപ്പിനെസ് കണ്ടെത്താൻ മറ്റുള്ളവർ വേണമെന്നില്ല. നമുക്ക് എങ്ങനെയൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്, ലവ് യുവർ സെൽഫ്. നമ്മളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യരുത്. കാരണം മനസ്സിലായോ, മറ്റുള്ളവർ നമ്മളെ നന്നാക്കി ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അത് അവരുടെ കാര്യമാണ്. അത് നമ്മളിലേക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മൾ നമുക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇഷ്ടപ്പെടാനായിട്ടും കെയർ ചെയ്യാനായിട്ടും ഒക്കെ ചെയ്യുന്നത്. അത് മറ്റുള്ളവരിൽ നമ്മൾ കണ്ടെത്തരുത് കേട്ടോ. നമ്മൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഫസ്റ്റ് നമ്മളെ ഇഷ്ടപ്പെടുക. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ, അല്ലെങ്കിൽ നമുക്കിപ്പോ എന്തൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടമാണോ, നമുക്കിപ്പോ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ കേട്ടോ. സ്കിൻ കെയർ ഒക്കെ ചെയ്യുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, അതേപോലെ തന്നെ നല്ല ഔട്ടിംഗ് ഒക്കെ പോവുക, പുറത്തോട്ടൊക്കെ പോവുക, പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ എന്താ വേണ്ടേ, പിന്നെ നല്ല ഫുഡുകളൊക്കെ കഴിക്കുക. ഇതൊക്കെ മതിയല്ല നമുക്ക് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള വഴികൾ എന്തൊക്കെയാണ് ആ വഴികൾ കണ്ടെത്തിയിട്ട് ജീവിക്കുക. മനസ്സിലായോ? പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ ട്രൂ ലവ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മോശം വാക്കാണ് അല്ലെ, ട്രൂ ലവ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ട്രൂ ലവ് എന്ന് പറയുന്നത് ഡെസ്റ്റിനി, അതായത് നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് സമയമാകുമ്പോൾ ഇങ്ങ് എത്തിക്കോളും. നമ്മൾ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ മോശം വശങ്ങളായിരിക്കണം ആദ്യം നമ്മുടെ ലൈഫ് പാർട്ട്ണർ കാണേണ്ടത്. മനസ്സിലായോ? അങ്ങനെ നമ്മളെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളെ ആയിരിക്കാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ട്രൂ ലവ് എന്തായാലും വരും എന്ന് നമുക്ക് കെ ഡ്രാമാസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ട്രൂ ലവ് എന്ന് പറയുന്നത് ഇവൻച്വലി എങ്ങനെ പോയാലും നമ്മുടെ അടുത്തേക്ക് തന്നെ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും മോശമായിട്ട് സിംഗിൾ ആണെന്ന് പറഞ്ഞിട്ട് മോശമൊന്നും വിചാരിക്കേണ്ട. എത്രത്തോളം നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നു അത്രത്തോളം ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മള് തേടേണ്ട ഒന്നല്ല കേട്ടോ ഈ ലവ് എന്ന് പറയുന്നത്. നമ്മള് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും നമ്മുടെ ലൈഫ് പാർട്ണറായിട്ട് എപ്പോ വരുന്നു അങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് ഈ കെ ഡ്രാമാസിലെ ഓരോ സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നടിമാരൊക്കെ സ്ട്രഗിളിങ് സ്റ്റേജിൽ ഇരിക്കുമ്പോഴായിരിക്കും അവളെ സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവളുടെ നെഗറ്റീവ് വശങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവളെ കെയർ ചെയ്യാനും അവളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ കഥയിൽ നായകൻ വരുന്നത് അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അപ്പോഴായിരിക്കും അവളത് റിയലൈസ് ചെയ്യുന്നതും. പക്ഷെ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് എടുത്തു ചാടുന്നില്ല. ഒരുപാട് അവര് ഡേറ്റിംഗ് ഒക്കെ പോയിട്ടും ഒരുപാട് പരസ്പരം അറിഞ്ഞിട്ടൊക്കെ അല്ലേ അവര് റിലേഷൻഷിപ്പിൽ ആവുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാരണം ഒരു എപ്പിസോഡ് 16 എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പോൾ ആ ഇമോഷൻസ് ഒരു എപ്പിസോഡിൽ തുടങ്ങിയിട്ട് 16 എപ്പിസോഡും ഈ ഒരു 10, 11, 12 എപ്പിസോഡ് വരെയും ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മനസ്സിലാക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ പിന്നീട് റിലേഷൻഷിപ്പിൽ ആവുന്നതല്ലേ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഈ കെ ഡ്രാമാസ് ആ ഒരു ഇമോഷൻസ് അവർ കൺവേ ചെയ്യുന്നതിൽ ബ്രില്യൻസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രൂ ലവ് എന്ന് പറയുന്നതിൽ എനിക്ക് ഡിമാൻഡ് കുറച്ച് കൂടിയിട്ടുണ്ട്. ട്രൂ ലവ് ഇങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ കെ ഡ്രാമാസ് കണ്ടതോട് കൂടിയിട്ട് കേട്ടോ. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ചില ഡ്രാമാസ് ഷീ വാസ് പ്രിറ്റി, മൈ ഐഡീസ്, ഗംഗം ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന ഡ്രാമകളിലൂടെ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുറംമൂടിയല്ല. ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്.
ഉള്ളിൽ നമ്മൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നമ്മളെ കാണണം ആൾക്കാർ, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടണം. അതാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡ്രാമയിലൊക്കെ പറയുന്നുണ്ട്, ഇപ്പുറത്തൊരു ഭംഗിയുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിലും പക്ഷെ ആ കുട്ടിക്ക് ഫുൾ മനസ്സ് നിറച്ച് ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ആ കുട്ടീനെ നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് പറ്റുമോ? എന്നാൽ നേരെ മറിച്ച് ഇപ്പുറത്തൊരു കുട്ടിയുണ്ട്, ഭയങ്കര പോസിറ്റീവാണ്, നമ്മളെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവൾ സംസാരിക്കുന്നതൊക്കെ പോസിറ്റീവോട് കൂടിയിട്ടാണ്, അവളുടെ കൂടെ സമയം ചെലവഴിക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ബ്യൂട്ടി, അതാണ് ബ്യൂട്ടി. മനസ്സിലായോ? നമ്മൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുക. അപ്പോ അതാണ് ബ്യൂട്ടി എന്ന് നമുക്ക് ഇവരൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഫീമെയിൽ ലീഡ്സിന്റെ ഡ്രാമാസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്നൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം, എന്തെങ്കിലും അവരൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ജീവിക്കുക. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മതി നമുക്ക് ചുറ്റും, അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക എന്നാണ് അവർ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് കേട്ടോ. പിന്നെ റിലേഷൻഷിപ്പിനാണെങ്കിലും ഫാമിലി ഇമ്പോർട്ടൻസ് വളരെയാണ് കേട്ടോ. കാരണം ഇതിൽ നമ്മുടെ അച്ഛൻ അമ്മ അവരൊക്കെ നമ്മളെങ്ങനെ നോക്കുന്നു, അവരെ തിരിച്ച് നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നെല്ലാം ഈ ഡ്രാമാസിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു ഇമ്പോർട്ടൻസ് ആണുള്ളത്, ഫാമിലിക്കും. അപ്പൊ നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മളെ അവർ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചും നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്കും അങ്ങോട്ടേക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ മെസ്സേജും കാര്യങ്ങളും ഈ ഡ്രാമാസ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ചില കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. ഇപ്പൊ നമ്മുടെ വീട് ക്ലീനിങ് ആയിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം അത് നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് നമ്മൾ മതിയല്ലോ. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. നമ്മൾ ഫുൾ ക്ലീനിങ്ങോട് കൂടിയിട്ടിരിക്കുക, കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക. കാരണം എന്താണ്, വേറൊന്നുമല്ല, നമുക്ക് വിശന്നാൽ നമുക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുക്കിംഗ് പഠിക്കുക എന്ന് പറയുന്നത്. അല്ലാണ്ട് ആർക്കും വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും അല്ല കേട്ടോ, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കിംഗ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് അവരൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ചിലപ്പോ നമുക്ക് അറിഞ്ഞിരുന്നാല് നമുക്ക് ചില സമയത്ത് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ആക്കാനായിട്ട് പറ്റുമായിരിക്കും അല്ലെ. ചിലപ്പോൾ നമ്മൾ മീറ്റ് ആക്കുന്ന ആൾക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലെങ്കിൽ ആ ഒരു സ്കില്ല് കൊണ്ട് നമുക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോ എനിക്ക് കുക്കിംഗ് വലിയ കാര്യം അറിയില്ല കേട്ടോ, പക്ഷെ എനിക്കിനി പഠിക്കണം, കുക്കിംഗ് ഒക്കെ അറിയണം. ഇപ്പൊ ഈ പറഞ്ഞ മെസ്സേജിൽ എന്റെ ഒരു കുറവ് എന്താന്ന് വെച്ചാൽ, എനിക്ക് കുക്കിംഗ് അറിയില്ല എന്നുള്ളൊരു കുറവുണ്ട്. ക്ലീനിങ് ഒക്കെ ഞാൻ ചെയ്യും, കാരണം ചില സമയത്ത് എനിക്ക് ആരും പറഞ്ഞ് ക്ലീനിങ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോ അത് ചെയ്യുന്നു പറയണത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അറിഞ്ഞിട്ട് ഇവിടെ മോശമാണല്ലോ, ഇതിപ്പോ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം എന്ന് പറയുവാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്താൽ മാത്രമാണ് എനിക്കത് തൃപ്തിയാവുള്ളൂ. ആരും പറഞ്ഞ് ചെയ്യിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നതാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് മസ്റ്റ് ലേണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ പെടുന്നതാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നതും ക്ലീനിങ് ചെയ്യുന്നതും. പിന്നെ അതേപോലെ തന്നെ സാധനങ്ങൾ പോയി വാങ്ങുന്നത്, ഗ്രോസറി സ്റ്റോറിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതും ഒക്കെ നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ലേൺ ചെയ്യാനായിട്ട് പഠിക്കണേ. പിന്നെ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു ഡ്രാമയിൽ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. നമുക്കുണ്ടല്ലോ നാച്ചുറൽ ആയിട്ടുള്ള ടാലൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പോ ആ ഡ്രാമയില് നമ്മുടെ നടനും ഫെൻസർ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഉണ്ട്. ആ ഫെൻസർ എന്ന് പറയുന്ന സ്പോർട്സ് ആണ് അവളുടെ ടാലന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അവരുടെ ഡ്രീമും എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ വേറൊരു ക്യാരക്ടർ ഉണ്ട് അതില്. ആ ഒരു ക്യാരക്ടറിന് നോക്കുകയാണെങ്കിൽ ഒരു കഴിവില്ല എന്നാണ് അവൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവന്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ടാലന്റ് അവനുണ്ട്. കാരണം ആ ടാലന്റ് അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെന്താന്ന് വെച്ചാലുണ്ടല്ലോ, അവന് ഈ ഫാഷൻ സെൻസ് ഉണ്ടായിരുന്നു. ഓരോ വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിലും അതായത് എല്ലാ ബ്രാൻഡുകളെ പറ്റിയിട്ട് അവൻ അറിയുന്നുണ്ട്. ഇന്ന വേഷങ്ങൾ ധരിച്ച് ഇന്ന ലുക്കാണെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് അവൻ ഇന്നൊരു പ്രായം വരെ അവൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് അവൻ അറിഞ്ഞത് അവന് സ്വന്തമായിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അവന് പിന്നീടാണ് അത് ക്ലിക്ക് ആയത് കേട്ടോ. കാരണം അവന്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ടാലന്റ് ജന്മന അവനത് ആ ടാലന്റ് ഉണ്ടായിരുന്നു, അവനത് അറിയാൻ വേണ്ടിയിട്ട് വൈകി. അതെ ഞാൻ പറഞ്ഞത്, നമുക്ക് സീക്രട്ട് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു ടാലന്റ്, എന്തായാലും എല്ലാവർക്കും ഒരു ടാലന്റ് ഉണ്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത് കേട്ടോ. ഈ ഞാൻ പറഞ്ഞു തന്നത് ചിലവർക്ക് ചെറിയ ചെറിയ ടാലന്റുകളായിരിക്കും, ആ ടാലന്റിനെ വലുതാക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ ഡ്രാമാസിൽ നമുക്ക് അത് തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. ചിലപ്പോൾ ചെറിയ കുക്കിംഗ് ഒക്കെ ആയിരിക്കും ചിലവർക്ക്, ഇപ്പൊ കേക്ക് ഉണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ചിലവർക്ക് ടാലന്റ് ഉണ്ടായിരിക്കും. പക്ഷെ അവരെന്താവും പിന്നീട് കഫേ ഒക്കെ തുടങ്ങും. ആ കഫേ എന്ന് പറയുന്നത് ചെറുതായിട്ട് കണക്കാക്കണ്ട, വലിയൊരു ബ്രാൻഡ് ആക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങൾ അത് ആലോചിച്ചിട്ടുണ്ടോ? വലിയൊരു ബിസിനസ് ആയില്ലേ. ചിലവർക്ക് സ്റ്റിച്ചിങ് അറിയുന്നുണ്ടായിരിക്കും, ആ സ്റ്റിച്ചിങ് കൊണ്ട് ചിലർ ബൊട്ടിക്ക്
ടെക്നിക്ക് ഒക്കെ തുടങ്ങുന്നില്ലേ, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ചെറിയൊരു ടാലന്റ് നമുക്കുണ്ട്. ആ ടാലന്റ് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് അത് നമ്മൾ എങ്ങനെ പഠിച്ച് നമ്മൾ വലുതാക്കുന്നു, അതിലാണ് മിടുക്കിരിക്കുന്നത് കേട്ടാ. അപ്പോ എനിക്ക് തോന്നുന്നു ഇത്രയല്ലാട്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. മെയിൻ ആയിട്ട് ലവ് യുവർ സെൽഫ്. ഇപ്പൊ പ്രസന്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യുക, പോസിറ്റീവായി സംസാരിക്കാൻ നോക്കുക, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ മീറ്റ് ആക്കുക. പിന്നെ ഈ കെ ഡ്രാമാസ് കാണാന്നൊക്കെ പറയുന്നത് വലിയ കുറവായിട്ടൊന്നും കാണണ്ട കേട്ടോ. നിങ്ങൾ ഡ്രാമ കാണാന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ഇപ്പൊ എന്താക്കെ നമ്മുടെ ഇഷ്ടങ്ങളല്ലേ അല്ലെ? ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളില്ലേ. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലവർക്ക് പറയാനൊക്കെ മടിയായിരിക്കും. പറഞ്ഞാൽ തന്നെ പറയോ അതൊക്കെ എന്താണെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും കാര്യമില്ല. നമ്മുടെ ഇഷ്ടം എന്താണോ അത് നമ്മള് അതായത് നമ്മളെ എങ്ങനെ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുന്നു നമുക്കല്ലേ അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിയോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ എന്റെ ഹാപ്പിനെസ് ആണ്, അത് പറഞ്ഞ മറ്റുള്ളവരുടെ ഹാപ്പിനെസ് ചിലപ്പോൾ വേറെ ആയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിച്ചാൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ എന്തായാലും ഇത്ര ടോപ്പിക്സ് ഒക്കെ തന്നെ ഉള്ളു, ഇനി ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വേറെ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ എത്ര ലെങ്ത് ആയി വീഡിയോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അതേപോലത്തെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ അതുവരേക്കും ബൈ.